അടിസ്ഥാന സൗകര്യം, ടൂറിസം, വിദ്യാഭ്യാസം, ആരോഗ്യം, കാർഷികം എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകി കുമളി പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 59 കോടി രൂപ വരുമാനം പ്രതീക്ഷിക്കുന്നതും 3,87 ലക്ഷം രൂപ മിച്ചം വരുന്നതുമായ ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സിദ്ദിഖ് അവതരിപ്പിച്ചത്. കുമളി പഞ്ചായത്തിലെ 2025-26 വർഷത്തെ ബജറ്റാണ് അവതരിപ്പിച്ചത്. 59 കോടി രൂപ വരുമാനം പ്രതീക്ഷിക്കുന്നതും 3,87 ലക്ഷം രൂപ മിച്ചം വരുന്നതും 57 കോടി രൂപ ചെലവ് വരുന്നതുമായ ബജറ്റാണ് പഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ചത്. കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സെബാസ്റ്റ്യൻ അധ്യക്ഷ വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് KM സിദ്ദിഖ് ബജറ്റ് അവതരിപ്പിച്ചു. അടിസ്ഥാന സൗകര്യം, കാർഷിക മേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, ടൂറിസം, റോഡ് ഗതാഗതം, കുടിവെള്ളം, പാർപ്പിടം, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സിദ്ദിഖ് പറഞ്ഞു. ജനറൽ വിഭാഗത്തിന് വീട് വരുന്നതിന്, ഇതോടൊപ്പം തന്നെ ടൂറിസം ഡെസ്റ്റിനേഷന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പുതിയ ടൂറിസ്റ്റുകളെ നമ്മുടെ നാട്ടിലേക്ക് സ്വദേശികളും വിദേശിയുമായ ആളുകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നതിന് ബഡ്ജറ്റിൽ ടൂറിസം മേഖലയ്ക്ക് 3 കോടി രൂപ സംസ്ഥാന കുമളി ഗ്രാമപഞ്ചായത്ത് നീക്കിവെച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ ടൂറിസം വികസനത്തിന് മാത്രമായി 5.5 കോടി രൂപ മാറ്റിവെച്ചു. ആശാപ്രവർത്തകർ, വയോജനങ്ങൾ, അംഗപരിമിതർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, വീട് മെയിൻ്റനൻസ് തുടങ്ങിയ മേഖലയിൽ വേണ്ടത്ര ഫണ്ട് മാറ്റിവെച്ചിട്ടില്ലെന്നും ബഡ്ജറ്റ് പുനഃപരിശോധിക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഒരു നടപടി പൂർത്തീകരണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ബഡ്ജറ്റ് അവതരണം നടന്നു വരുന്നത്. ഏതൊക്കെ ഹെഡുകളിൽ ഫണ്ട് വെക്കണോ ആ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ വെച്ച് മാറ്റിവെക്കുന്നതല്ലാതെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഫണ്ടുകൾ മാറ്റിവെക്കുന്നതിന്, അത് വകയിരുത്തുന്നതിന് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കുമളി പഞ്ചായത്ത് നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ, കുമളി.